വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനത്തോടെ നിറഞ്ഞ എൻ്റെ മുന്നിൽ നബിവർത്താക്കളെ ഉസ്താദുമാരെ മുത്താലിം സാലികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കൂടിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാതാപിതാക്കളുടെ കാര്യത്തിൽ നഗരികത കടന്നു ചെന്നിട്ടില്ല. ജനങ്ങൾക്കിടയിൽ പോലും മാതൃബന്ധങ്ങളെ പരിപാലിക്കൊണ്ടിരുന്നു. എന്തിനേറെ ഉന്നത ശ്രേണിയിലേക്ക് വെക്കുന്നത് സദാചാര മൂല്യങ്ങളുടെ മേൽ വ്യാപകമായ കയ്യടക്കിയപ്പോൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഔദാരിച്ചിട്ടുണ്ട്. ഈ അഭിമാന സമൂഹത്തിൽ മാതാപിതാക്കളുടെ സ്ഥാനം പലപ്പോഴും കുളത്തിടങ്ങളിലും വൃദ്ധസദനങ്ങളിലും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് സ്ഥലങ്ങളിലേക്ക് നോക്കുന്നത് ആരാധനയാണ്. അതിലൊന്നാമതായിട്ട് പറയുന്നു തന്റെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കലാണ്. അനുസരണയുള്ള മകളുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് കാരണത്തോടെ നോക്കിയാൽ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏത് മതങ്ങളിലും അനുസരണയുടെ നിർബന്ധ ബാധ്യതയാണ്. 10 മാസം നിർവഹിച്ച മാതാവിനോട് എന്തുമാത്രം അപരിതമാണ്. നമ്മളെ ആവശ്യമായ പിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്നത് എത്ര നിശ്ചയമാണ്. വിശുദ്ധ ഖുർആനോട് പറയുകയാണ്, ما يبلغن عندك الكبر إحداهما وكلاهما تقل له أف فلا تنهرهما وقل لهما قولا كريما. അല്ലാഹുവിനെ ആരാധിക്കരുതെന്നും വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും തന്നിരിക്കുന്നു. അവരോട് ചേർന്ന വാക്ക് പോലും പറയരുത്. അവരെ അവരോട് മാന്യമായ വാക്ക് പോലും പറയരുത്. മാതാപിതാക്കളുടെ ബലപൈതൃകം കൂടുതലേറ്റാൻ കഴിയാത്ത പ്രവാചകനാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കാര്യത്തിൽ മാതാപിതാക്കളുടെ കാര്യത്തിലും പുറത്തുള്ള ഖബർസ്ഥാനിൽ ദൂരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന ആളോട് വർത്തമാനം പറയുന്നത് പോലെ സംസാരിക്കുകയാണ്. ഒടുവിലതാ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് കരയുകയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, ആ ഖബർ എവിടേതാണെന്ന് ചോദിച്ചപ്പോൾ അത് തന്റെ മാതാവിൻ്റെതാണെന്ന് പറയുകയാണ്. പിന്നെ പഴയ കാര്യങ്ങൾ അയവിറക്കാൻ തുടങ്ങുകയാണ്. നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മാതാവിനോടുള്ള അജമമായ സ്നേഹം ആധുനികതയുടെ ഫാഷനിൽപ്പെട്ട് പലപ്പോഴും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലും മറ്റും തള്ളുന്നത് ശ്രദ്ധിക്കുക. നാളെ നമുക്കും ഈ ഗതി വരാനുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കാൻ അവസരം കിട്ടുന്നത് മഹാഭാഗ്യമാണ്. തൃപ്തി കരസ്ഥമാക്കാനായാൽ സകല വിജയത്തിന്റെയും കവാടങ്ങൾ നമുക്ക് തുറക്കപ്പെടും. അതല്ല അവരെ ദ്രോഹിക്കുന്നതിലും അകറ്റി നിർത്തുന്നതിലുമാണ് നാം താല്പര്യം കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഇരുലോകവും നഷ്ടപ്പെടും. വലിയ ഭക്തനും ശക്തികനുമായ സഹാബിയായിരുന്നല്ലോ അൽകുമാർ റളിയല്ലാഹു തആല. മരിക്കുന്ന സമയം തൗഹീദിന് മാത്രം എത്ര ശ്രമിച്ചിട്ടും ചുണ്ടിന്റെ മുമ്പിൽ വരുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും പറയാൻ കഴിയുന്നില്ല. എന്തേ കാരണം? തന്റെ മാതാവിനേക്കാൾ സഹോദരനേക്കാൾ പ്രാധാന്യം നൽകി എന്നൊറ്റ കാരണമായിരുന്നു ഇതിനു മുമ്പിൽ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ നാം തയ്യാറാവണം. അതിലാണ് നമ്മുടെ ലോക വിജയം. അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. പഠിച്ചവനെ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കുന്ന മക്കൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ എന്ന് വർദ്ധിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.